എൻ്റെ പൊന്നു വേറെ വ്യൂ തന്നെയാണ്. വാവച്ചീനെ കൊണ്ടും കൊച്ചിനെ കൊണ്ടൊന്നും കയറാൻ പറ്റത്തില്ല ഇവിടെ. അതായത് കണ്ടാ വേറെ ലെവല്. വാവച്ച് താഴെ എവിടെയോ നിൽപ്പുണ്ട്. ഇതാ നേരത്തെ വീഡിയോയിൽ പറഞ്ഞോണൊക്കെ ഇവിടെ റിസ്ക് പിടിച്ച് കയറി വരരുത്. പക്ഷെ സൂപ്പർ സ്ഥലം തന്നെയാണ് കേട്ടോ, അടിപൊളി സ്ഥലം. ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സൈക്കോസ് വിഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് കാണിക്കാനാണ്. പക്ഷേ വലിയ പേര് കേട്ട ടൂറിസ്റ്റ് സ്ഥലമൊന്നുമല്ല, ചെറിയൊരു പ്ലേസാണ്. ഈ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് 5 കിലോമീറ്റർ മാറി ഇഞ്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആയിരവല്ലി പാറയിലൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. അപ്പോഴൊക്കെ നമുക്ക് യാത്ര തുടർന്നാലോ? ഓക്കെ, പോവാം. നമ്മൾ വരുന്ന ഇഞ്ചക്കാട് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളിതാ കണ്ടല്ലോ ആയിരവല്ലി മലനട ഉപദേവാലയം ബോർഡിരിക്കുന്നത്. അതാണ് നമ്മൾ പോകേണ്ട സ്ഥലം, ആയിരവല്ലി പാറ. അതാ ഈ ആർച്ച് വഴിയാണ് നമുക്ക് കയറി പോകാൻ. ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഈ ബോർഡിൻ്റെ എവിടെ നിന്ന് വേണം നമുക്ക് കയറി പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഒതുക്കിയിട്ട് ഇനി ഇതിൻ്റെ കൂടെ മേലോട്ട് കയറി പോകണം കേട്ടോ. നമുക്ക് പോയി നോക്കാം. അതെ, വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. അങ്ങനെ നമ്മൾ ഗൂഗിളിലുണ്ട് കേട്ടോ, ഗൂഗിളിലൊക്കെ ഇത് സെർച്ചിങ് ആണ്. ടൂറിസ്റ്റ് കേന്ദ്രമൊന്നും അല്ല. എന്തായാലും നമ്മളൊന്ന് പോയി കണ്ടു നോക്കുകയാണ്. പക്ഷെ പറഞ്ഞ ആൾക്കാരെല്ലാവരും പറഞ്ഞല്ലേ വളരെ സൂക്ഷിച്ച് പോകണം, പന്നി പാമ്പൊക്കെ കാണാൻ ചാൻസ് ഉണ്ടെന്ന്. എന്താ അറിയത്തില്ല. എന്തായാലും നമ്മളൊന്ന് കയറി കാണാൻ പോവുകയാണ്. ഉറപ്പായിട്ട് നമ്മൾ കാണിച്ചു തരും സ്ഥലം. എന്നാൽ നല്ല വഴികളൊക്കെ നല്ല കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള വഴിയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആയിരവല്ലിപ്പാറ കൊട്ടാരക്കര ഇഞ്ചക്കാട് എന്നുള്ള ആയിരവല്ലിപ്പാറയിലാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അയ്യോ, വാ. ഞാൻ വലിഞ്ഞേരാൻ പോണു. ചെറുപൂജിട്ട് ചെറിയാം. വളരെ സൗന്ദര്യമുള്ള കുഞ്ഞു കുഞ്ഞു പാറകളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ അതെ, അടിപൊളി പാറ. അപ്പോൾ ഈ പുല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നോക്കിയേ, ഇതാണ് ആയിരവല്ലിപ്പാറ. ഇത് കയറാൻ റിസ്ക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിൽ കയറാൻ പറ്റും. അതെ, നമ്മളൊരു വീഡിയോ കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ വന്നൊരു വീഡിയോ എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പോൾ കയറാൻ പറ്റുകയാണെങ്കിൽ കയറുന്നതായിരിക്കും. നല്ല നിരപ്പുള്ള വഴിയാണ് കാണുന്നത് കേട്ടോ. നല്ല നടന്ന് സാധാരണ രീതിയിൽ കയറിപ്പോകാൻ പറ്റുന്ന വഴികൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. വളരെ സാധാരണ ആൾവാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല വഴിയായിട്ട് തന്നെ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അതെ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. കൊച്ചു പാറക്കൂട്ടങ്ങളും വഴിയൊക്കെ ഉണ്ട്. പക്ഷേ റിസ്ക് ആണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വേറെ ഇവിടെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. അതാണ് അവർ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത്, നമ്മളും പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ താഴെ ബാക്കിലോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. സുന്ദരമായ ഒരു വ്യൂ, പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം. അതെ, വീടുകളും മലയും മഞ്ഞും. എങ്ങനെയുണ്ട് മീനുട്ടി? മീനുട്ടി സൂപ്പർ അല്ലേ? വാ. അപ്പം നമുക്ക് ആയിരവല്ലിപ്പാറയിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ റാണിതാ പാറപ്പന്തലിൽ കിടന്ന് വിശ്രമിക്കുകയാണ്. ഞാൻ ചേട്ടനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനാണ് കൊണ്ടുവന്നേക്കണേ. അങ്ങനെ നമ്മൾ റബ്ബർ കാടുകളിലൂടെ ഇങ്ങനെ നടന്നതിൻ്റെ മുൻഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര അഗാധമായ കുഴിയാണെന്ന് പറയുന്നുണ്ടേ. നോക്കട്ടെ, നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ചെറിയൊരു റിസ്ക് തുടങ്ങുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ വഴിയൊക്കെ ഇത്തിരി ദുർഘടം പിടിച്ച രീതിയിൽ ഇങ്ങനെ കയറി പോയിട്ടുണ്ട്. എന്താ നോക്കിയേ, ഇത് കണ്ടല്ലോ, ഇതാണ് ആയിരവല്ലിപ്പാറ. സെറ്റ് തന്നെ കേട്ടോ, അടിപൊളി. നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ കേട്ടോ. പിന്നെ ഉള്ളത് മേലോട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അത് കാണിച്ചത് മേലോട്ടാണ് കേട്ടോ. ഇത് റിസ്ക് പിടിച്ച പാറയാണേ.
അപ്പം ഞാൻ ഈ പാറയിലോട്ട് എന്തായാലും ഞാൻ പോയി പതുക്കെ പോയി ഒരു വീഡിയോ എടുത്തുകൊണ്ട് വരാം. കൂട്ടുകാരെ, അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നടന്ന് മേലെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആ പൊന്നോ, വേറെ വ്യൂ തന്നെയാണ്. വാവച്ചീനെ കൊണ്ടും കൊച്ചിനെ കൊണ്ടൊന്നും കയറാൻ പറ്റത്തില്ല ഇവിടെ. അതായത് കണ്ടാ, വേറെ ലെവല്. വാവച്ച് താഴെ എവിടെയോ നിൽപ്പുണ്ട്. ഇതാ നേരത്തെ വീഡിയോയിൽ പറഞ്ഞോണൊക്കെ ഇവിടെ റിസ്ക് പിടിച്ച് കയറി വരരുത്. പക്ഷെ സൂപ്പർ സ്ഥലം തന്നെയാണ് കേട്ടോ, അടിപൊളി സ്ഥലം. വേറെ വ്യൂ തന്നെയാണ്. നമ്മൾ ഞാൻ അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് വന്നത് കേട്ടോ. ഇതെവിടെയൊക്കെ തെറ്റലൊക്കെ ഉണ്ടേ കേട്ടോ. അത് നോക്കിയേ, ഇവിടെ ഒരു സൈഡ് കെട്ടോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടേ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ. സൈഡൊന്നും കെട്ടിയിട്ടില്ല. അത് കണ്ടല്ലോ, വെള്ളം ഒലിക്കുന്നുണ്ടേ. അപ്പോഴിതാ ആണ് ആയിരവല്ലിപ്പാറ. ഇവിടെ ഇതാ ഒരു ആയിരവല്ലി ഒരു ചെറിയൊരു കാവുണ്ട് കേട്ടോ. സൂപ്പർ തന്നെ, വേറെ ലെവല്. നിങ്ങളുടെ രക്ഷ നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. ഇവിടെ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുകയാണ്, നിങ്ങളുടെ രക്ഷ നിങ്ങൾ തന്നെ നോക്കണം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ആൾക്കാർ ആരും സേഫ്റ്റിക്കെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വരാത്തവർ ഒന്ന് വന്ന് കണ്ടുപോകണം. നമ്മൾ കൊട്ടാരക്കര വഴിയൊക്കെ കവർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് നോക്കൂ. ഇത് ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് നോക്കിയിട്ടൊന്നുമില്ല, ഒരു കാവാണ്. പിന്നെ നല്ല സൗന്ദര്യമുണ്ട് കേട്ടോ, കാണാൻ അടിപൊളി തന്നെ, സൂപ്പർ സ്ഥലം. കൂട്ടുകാരെ ഇത് കണ്ടോ, എൻ്റെ പൊന്നോ, സെറ്റ് സ്ഥലം തന്നെ, സൂപ്പർ സ്ഥലം. ഞാനേ ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ ആ കുളം നോക്കിയാണ് പോകുന്നത് കേട്ടോ. കുളം ഉണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ എവിടെയോ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളം, ഒരു കുഞ്ഞു കുളം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. കുളമുണ്ട് കേട്ടോ. കുളത്തിൽ മീൻ ഒക്കെ കിടക്കും. മീനൊക്കെ ഉണ്ട് കുളത്തിൽ. ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഈ കുളത്തിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴിത് വറ്റുന്ന ആ ടൈപ്പ് കുളമല്ല, നല്ല സൂപ്പർ കുളം തന്നെയാണ്. അല്ലാതെ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതല്ല. ഞാനും വിചാരിച്ചു മഴ, ഇത് കാണണമെന്ന് തന്നെയാണ് നമ്മൾ കയറി വന്നത്. ഒരുപാട് ഒരു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. നോക്കി, സെറ്റ് തന്നെയാണ്. ഇനി മേലിലൂടെ ഒരു സ്ഥലമുണ്ട്, പോയി നോക്കട്ടെ. സ്ഥലങ്ങളെല്ലാം പോയെന്ന് കാണട്ടെ. വാവച്ച് താഴെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് കേട്ടാ. ഞാൻ എന്തായാലും എന്താ ഒന്ന് കണ്ടിട്ട് പോവാം. ഇത് കണ്ട, സൂപ്പർ സ്ഥലം, അടിപൊളി തന്നെയാണ്. ഇവിടെ ഈച്ചയൊക്കെ പറ്റും, എന്തരാണെന്ന് വരും. വേറെ ലെവല് തന്നെയാണ്. നമ്മുടെ മലയുടെ മറ്റൊരു ഭാഗം. ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. ഇവിടെ സൈഡൊന്നും കെട്ടി വെച്ചിട്ടില്ല, സൈഡ് കെട്ടിയിട്ടില്ല. തെറ്റലുണ്ട്, നല്ല തെറ്റലുണ്ട്. തെറ്റിപ്പോയാൽ നേരെ താഴെ പോവുള്ളൂ, എങ്കിൽ പിന്നെ ജീവൻ പോലും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് മാക്സിമം എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഇവിടെ വരാവൂ കേട്ടോ. പക്ഷെ വരുന്ന ആൾക്കാർക്ക് വേറെതാ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ വ്യൂ തന്നെയാണ്. അതാ കണ്ടോ, സൂപ്പർ സ്ഥലം കണ്ടോ, അടിപൊളി. ഇങ്ങനെയുള്ള കുഞ്ഞൻ അടിപൊളി പാറക്കൂട്ടങ്ങളുണ്ട് കേട്ടോ. സൂപ്പർ പാറ എന്നത് നോക്കി, കുഞ്ഞു കുഞ്ഞു പാറകളാണ് ഇത് ഇരിക്കുന്നതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ. ഇത് ഭാവിയിൽ പ്രകൃതി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സൗന്ദര്യമാണ്. അപ്പോൾ കൂട്ടുകാരെ, ആയിരവല്ലിപ്പാറ നമ്മുടെ ഇഞ്ചക്കാട് സൂപ്പർ പാറ തന്നെയാണ്. സൂപ്പർ ഒരു കാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ ഇനി താഴെ പോകണം. താഴെ എന്ന് പറഞ്ഞാൽ ഇത്തിരി കഷ്ടപ്പാടാണ് താഴെ ഇറങ്ങി പോകാനേ. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ അടുത്തോട്ട് പോകണം.